നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ക്രിസ്മസ് പരീക്ഷകൾ റദ്ദാക്കി. ഇതിന് വളരെയധികം ചാൻസ് കൂടുതലാണ്. കാരണം കേരളം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് മുൻഗണന കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം നാണ്ടിപ്പം എലക്ഷൻ പ്രഖ്യാപിച്ചു. ഡിസംബർ 9-ാം തീയതിയാണ് എലക്ഷൻ. ഡിസംബർ 9-ഉം 11-ഉമായിട്ട് 2 ദിവസങ്ങളായിട്ട് എലക്ഷൻ. അന്നേരം 9-ാം തീയതി എലക്ഷൻ നടത്തണമെങ്കിൽ 8-ാം തീയതി ഈ പറഞ്ഞ അധ്യാപകർക്കൊക്കെ ഡ്യൂട്ടിയാണ്. അധ്യാപകർ സത്യം പറഞ്ഞാൽ വലഞ്ഞ് കുഴഞ്ഞെന്നാണ് ഇതിൻ്റെ അർത്ഥം. 9-ാം തീയതിയും 11-ാം തീയതി ഇലക്ഷൻ ആണെങ്കിൽ 9-ാം തീയതിക്ക് തൊട്ട് തലേ ദിവസം 8-ാം തീയതി ഇവരെല്ലാം ഓരോരുത്തരത്തും ദൂരെയൊക്കെ ഓരോരുത്തരത്തറിയും കിട്ടുന്നത് അവിടെ എല്ലാം പോയി, സ്കൂളുകളിലെല്ലാം പോയി അവിടെ എല്ലാം പോയി നിൽക്കണം. അന്നേരം 8-ാം തീയതി പരീക്ഷ തുടങ്ങാനിരിക്കുമായിരുന്നു, ക്രിസ്മസ് പരീക്ഷ. അന്നേരം 8-ാം തീയതി അധ്യാപകരെല്ലാം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പോയി നിൽക്കണം. ഇനി 11-ാം തീയതി കഴിഞ്ഞു. 13-ാം തീയതി വോട്ടെണ്ണൽ, ഐശ്വര്യമായി വോട്ടെണ്ണുകയാണ് 13-ാം തീയതി. അതൊരു വെള്ളിയാഴ്ചയാണ്. 13-ാം തീയതി ശനിയാഴ്ചയാണ്. ശനിയാഴ്ച വോട്ടെണ്ണൽ. അന്നേരം 8 മുതൽ 13 വരെ പരീക്ഷ നടത്താനേ പറ്റത്തില്ല. 8 മുതൽ 18 വരെയൊക്കെ ആയിരുന്നു പരീക്ഷ പറഞ്ഞിരുന്നത്. പിന്നെ 14-ാം തീയതി ഞായറാഴ്ചയാണ്. 15-ാം തീയതി തിങ്കൾ. അന്ന് മുതൽ വേണമെങ്കിൽ പരീക്ഷ നടത്താം. പക്ഷേ ഇപ്പോൾ 10-ാം ക്ലാസ് ആണെങ്കിലും +1 ആയാലും +2 ആണെങ്കിലും 10-ാം ക്ലാസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ഒരു പരീക്ഷ ഇനിയും നടക്കാൻ ചാൻസ് ഇല്ല. അതിന് മുമ്പോട്ടാണെങ്കിൽ സിലബസ് 8-ാം തീയതിക്ക് മുമ്പോട്ട് നടത്താനാണെങ്കിൽ പലയിടത്തും 90% സിലബസ് തീർന്നില്ല. അധ്യാപക കുറ്റമല്ല, കലോത്സവങ്ങളും ശാസ്ത്രമേള എല്ലാം നടക്കുകയാണ്. പെട്ടുപോയൊരു വർഷമായിരിക്കും അധ്യാപകരായാലും കുട്ടികളായാലും. രക്ഷാകർത്താക്കൾക്ക് ടെൻഷനും കൂടും. എല്ലാം കൊണ്ടും ഗവൺമെൻറ് അടിപൊളിയാക്കി വെച്ചേക്കുകയാണ്. എന്തായാലും 15-ാം തീയതി പരീക്ഷ നടത്തിയാലും 15, 16, 17, 18, 19-ാം തീയതി ഉറപ്പായിട്ട് ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞ് കൊടുത്തേ പറ്റൂ. പിന്നെ 10 ദിവസം കഴിഞ്ഞ് 28 വീണ്ടും 10 ദിവസം കഴിഞ്ഞിട്ട് അവധി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ നടത്തണം. 28, 29, 30 ഇങ്ങനെ അത് പരീക്ഷ നടത്തണം. പരീക്ഷ നടത്തുമ്പോൾ ഉള്ള ഏറ്റവും ദോഷം അനുഭവിക്കാൻ പോകുന്നൊരു ബാച്ച് ഈ വട്ടത്തെ +2 ആണ്. കാരണം ജനുവരി വരെയൊക്കെ ആദ്യം ക്രിസ്മസ് പരീക്ഷ നിൽക്കുവാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ അവർക്ക് മോഡൽ പരീക്ഷ നടത്തണം, പ്രാക്ടിക്കലിൻ്റെ മോഡൽ എക്സാം. ജനുവരി 22-ാം തീയതി പബ്ലിക് എക്സാം ആണ് പ്രാക്ടിക്കലിൻ്റെ. ഇതിനിടയിൽ എവിടെ പഠിക്കാനെന്നല്ല ഒരു ഇഞ്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടത്തില്ല. +1കാർക്കും ക്യാമ്പുകളും NCC NSS ക്യാമ്പുകളും ഒക്കെ അവധിക്കും എല്ലാം ഉണ്ട്. ഇത് കഴിയുമ്പം പരീക്ഷയ്ക്ക് പോകണം. എവിടെ ഇരുന്ന് ഏത് സമയത്തിരുന്ന് പഠിക്കും? എന്തൊക്കെ പറഞ്ഞാലും ആകെ കുളമായ അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിലെ ക്രിസ്മസ് പരീക്ഷ എന്നുള്ളത്. ഒന്നീ ക്രിസ്മസ് പരീക്ഷ നടത്താതിരിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ്, വിലയേറിയ കമൻസ് രക്ഷകർത്താക്കളായാലും കുട്ടികളായാലും ഇടുക. കാരണം ഒന്നിൽ ഈ പരീക്ഷ നടത്താതിരിക്കുക. ക്രിസ്മസ് പരീക്ഷ വേണ്ട. നേരെ മോഡൽ പരീക്ഷകളോ എല്ലാം നടത്തിയിട്ട് കുഞ്ഞുങ്ങൾക്ക് അത്രയും പോർഷനൊക്കെ നല്ല അധ്യാപകർക്ക് നല്ലപോലെ തീർത്ത് കൊടുക്കാനും അവർക്കൊരു നല്ല ഗ്യാപ്പ് കിട്ടുകയൊക്കെ ചെയ്യും. ഇത് അധ്യാപകർക്ക് സത്യം പറഞ്ഞാൽ കുട്ടികളെക്കാട്ടിൽ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം, പ്രഷറും കൊളസ്ട്രോളും എല്ലാം ആയി. അതുപോലെ അധ്യാപകർ വലഞ്ഞെന്നുള്ളതാണ്. ഈ ഇലക്ഷൻ ഡ്യൂട്ടി, പരീക്ഷാ ഡ്യൂട്ടി, ഇലക്ഷൻ ഡ്യൂട്ടി, പരീക്ഷാ ഡ്യൂട്ടി, ഇത്തരം അതാകെ പ്രശ്നമാണ്. എന്തായാലും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പണി കിട്ടി. എന്തായാലും ഒന്നുകിൽ ക്രിസ്മസ് പരീക്ഷ റദ്ദാക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് നടത്താനെന്ന് പറഞ്ഞാൽ എന്ത് രീതിയിൽ ഇനി നടത്തുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇലക്ഷൻ്റെ സമയത്ത് നടത്തുന്നത് ഉചിതമല്ലല്ലോ, നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഉചിതമായ കമൻസൊക്കെ എന്തായാലും ഇട്ടേക്കുക. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ മാർച്ചിലല്ലോ ഇലക്ഷൻ നടത്തുവാണെങ്കിൽ ഓരോ പൗരന്മാർ വോട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കറക്റ്റാണ്. നടത്തുവാണെങ്കിൽ മാർച്ചിലെ പബ്ലിക് എക്സാമും മാറ്റി വെക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്തായാലും നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.